Hello students, welcome to XandY YouTube channel. ഈ വർഷത്തെ സയൻസ് ഒളിമ്പ്യാഡിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഹൗ ടു അപ്ലൈ ഫോർ സയൻസ് ഒളിമ്പ്യാഡ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ക്ലാസ്മേറ്റ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സ്കൂളിലെ സയൻസ് ആൻഡ് മാത്ത് ടീച്ചേഴ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ആണ് നമ്മുടെ ഈ സയൻസ് ഒളിമ്പ്യാഡ്. 8th മുതൽ 12th വരെയുള്ള കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന 5 ഡിഫറെൻറ്റ് എക്സാംസ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിക്സ് ടീച്ചേഴ്സ് ആണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നാൽ സെൻറ്റർ രജിസ്ട്രേഷൻ August 1 to August 20. സെൻറ്ററുകൾ പല ജില്ലകളിലുള്ള സെൻറ്ററുകളാവാൻ വേണ്ടി ആഗ്രഹമുള്ള സ്കൂളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സമയമായിരുന്നു അത്. ആ സമയത്ത് രജിസ്റ്റർ ചെയ്ത സ്കൂളുകളുടെ ലിസ്റ്റ് നമുക്ക് ഈ ഒരു ഇതിൽ കാണാൻ പറ്റും. സ്റ്റുഡൻസിൻ്റെ എൻറോൾമെൻറ്റ് August 21 മുതൽ September 14 വരെയാണ്. ഓൾമോസ്റ്റ് 2 ആഴ്ച ഇനിയും ബാക്കിയുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സെൻറ്ററിൽ പോയിട്ട് ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിന് നിങ്ങൾക്ക് തൊട്ടടുത്ത് സെൻറ്റർ ഉണ്ടെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യാം. രണ്ടാമത് ഓൺലൈൻ എൻറോൾമെൻ്റ് ആണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 200 rupees ആണ് ഇതിൻ്റെ ഫീസ്. ഡേറ്റ് ആൻഡ് ടൈം ഒക്കെ ഓൾറെഡി ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ വരേണ്ടത് IAPTയുടെ വെബ്സൈറ്റിലാണ്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. ഇവിടുത്തെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് കാണാം, ക്ലിക്ക് ഹിയർ ഫോർ ഡയറക്റ്റ് ഓൺലൈൻ എൻറോൾമെൻറ്റ് ബൈ സ്റ്റുഡൻസ്. അത് ക്ലിക്ക് ചെയ്താൽ പോകുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനാണ് അവർ ചോദിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യലാണ്. അപ്പോൾ ഞാനിത് അവിടെ ഒരു മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്. ഒളിമ്പ്യാഡ് ആയതുകൊണ്ടായിരിക്കും ഇത്രയും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. എന്നിട്ട് നമ്മൾ സെൻഡ് OTP എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊബൈൽ നമ്പറിലേക്ക് എന്ത് വരും? ഒരു OTP വരും. ആ OTP നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷൻ പേജിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്ലിക്കേഷൻ പേജിൽ എത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ പേ ഫീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ സ്റ്റെപ്പ് 2 പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്താൽ മാത്രമാണ് ഫീസ് അടക്കാനുള്ള ബട്ടൺ ആക്ടിവേറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് 2ലേക്ക് പോകുന്നു. സ്റ്റെപ്പ് 2ൽ നിങ്ങൾക്ക് ഏത് എക്സാം ആണോ എഴുതേണ്ടത് അത് നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യുക. അപ്പോൾ ഈ 2 എക്സാമിന് വേണ്ട ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ എലിജിബിലിറ്റി ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പോയി കാണുക. നിങ്ങൾക്ക് ഏത് എക്സാം എഴുതാനാണ് നിങ്ങൾ എലിജിബിൾ എന്ന് ആദ്യമേ മനസ്സിലാക്കുക. അപ്പോൾ ഞാനിവിടെ ജൂനിയർ സയൻസ് ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെ നിങ്ങൾക്ക് സെലക്ട് എക്സിസ്റ്റിംഗ് സെൻറ്റർ എന്ന് കാണാം. അതുപോലെ സെലക്ട് ഇഫ് നോട്ട് എക്സിസ്റ്റിംഗ് യുവർ സെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഓപ്ഷനാണ് നിങ്ങൾക്കുള്ളത്. ഒന്നെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും സെൻറ്റർ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ഓപ്ഷനിലൂടെ കണ്ടെത്താൻ പറ്റിയാൽ നിങ്ങൾ അത് ചൂസ് ചെയ്യാം. ഇനി നിങ്ങളുടെ അടുത്തൊന്നും ഒരു ഓപ്ഷനും ഇല്ല, ഒരു സെൻറ്ററും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പിൻ കോഡും അതുപോലെ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും ഇവിടെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പിൻകോഡിൻ്റെ ഏറ്റവും അടുത്തുള്ള സെൻറ്റർ ഫൈനലി അവർ തന്നെ നിങ്ങൾക്ക് ഫിക്സ് ചെയ്ത് തരും. ഓക്കെ, ഇനി അതല്ല ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ കേരള സെലക്ട് ചെയ്യുന്നു. ഡിസ്ട്രിക്റ്റ് ഞാൻ സപ്പോസ് കോഴിക്കോട് ചൂസ് ചെയ്യുന്നു. അതിൽ കോഴിക്കോട് സിറ്റി സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും 3 സെൻറ്ററുകളാണ് നമുക്ക് കോഴിക്കോട് ടൗണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വടകര ചൂസ് ചെയ്താൽ അവിടെ മറ്റൊരു സ്കൂൾ അവൈലബിൾ ആയത് കാണാൻ പറ്റും. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജില്ലകളിലെ സെൻറ്ററുകൾ ഏതാണെന്ന് നിങ്ങൾ നോക്കുക, ഓരോന്നും ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് ഏതാണോ ഉള്ളത് അതിലെന്ത് ചെയ്യുക, നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഞാൻ നമ്മുടെ പ്ലാനറ്റോറിയം റീജിയണൽ സയൻസ് സെൻറ്റർ പ്ലാനറ്റോറിയം ചൂസ് ചെയ്യുന്നു എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇതൊന്നും നിങ്ങളുടെ വീടിൻ്റെ വളരെ ദൂരെയാണെന്നുണ്ടെങ്കിൽ, അടുത്തൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്ത് നിങ്ങളുടെ പിൻകോഡ് മറ്റും കൊടുത്തിടാം. സെൻറ്റർ അവർ നിങ്ങൾക്ക് അനുവദിച്ച് തരും. സ്റ്റുഡൻസിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് എൻ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഞാൻ ജൂനിയർ സയൻസ് സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ 2008 ജനുവരിക്ക് മുൻപുള്ള ഡേറ്റുകൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെലക്ട് ചെയ്യാൻ കഴിയില്ല. 2009 ഡിസംബർ 31 ശേഷമുള്ള ഡേറ്റ് ഓഫ് ബർത്തും സെലക്ട് ചെയ്യാൻ കഴിയില്ല. ആ 2 വർഷത്തിനുള്ളിൽ ജനിച്ച കുട്ടികൾക്ക് മാത്രമേ ജൂനിയർ സയൻസ് എഴുതാൻ കഴിയുള്ളൂ. ഓക്കെ, ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുക, അഡ്രസ്സും ഡീറ്റെയിൽസും കൊടുക്കുക, സ്കൂൾ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീസ് അടക്കാനുള്ള ബട്ടൺ ആക്ടിവേറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ +1 +2 ക്ലാസ്സിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് വൈസ് ഒളിമ്പ്യാഡ് എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ പോയി കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമുകൾ അവിടെ അവൈലബിൾ ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് വേണ്ട ലാംഗ്വേജും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് 2 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സ്റ്റെപ്പ് 2 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള ബട്ടൺ ആക്ടിവേറ്റഡ് ആയിരിക്കും. അവിടെ പോയിട്ട് ഫീസും കൂടെ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആക്കും. ഇതിൻ്റെ ഹോൾ ടിക്കറ്റ് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇമെയിൽ ID യിലേക്കും മൊബൈലിലേക്കൊക്കെ അവർ അയച്ചു തരും.
സോ ഇതിലാകെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് സെൻറ്റർ ചൂസ് ചെയ്യുന്നിടത്ത് മാത്രമാണ്. നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന അവൈലബിൾ ആയിട്ടുള്ള സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ചൂസ് ചെയ്തുകൊണ്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. ഇനി ഒന്നുമില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്ത് പിൻ കോഡ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവരിവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഇഫ് യു ഡു നോട്ട് ഫൈൻഡ് യുവർ സിറ്റി name in the list, please indicate your preferred examination centers by mentioning the pin code of the city. While every effort is made to assign a center in a preferred place, this might not be possible due to logistical reasons. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കുട്ടികൾ എഴുതുന്ന എക്സാം അല്ല, നമ്പർ ഓഫ് സെൻറ്റേഴ്സ് കുറവായിരിക്കും. സോ ഈ തന്ന ലിസ്റ്റിലെ സെൻറ്റേഴ്സ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. സെൻറ്റർ രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ജില്ലയിലെ നല്ല ഏറ്റവും അടുത്തുള്ള സെൻറ്റർ ഏതാണോ അത് ചൂസ് ചെയ്തുകൊണ്ട് എക്സാം എഴുതാനുള്ള പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്യാം. എക്സാമിൻ്റെ ഡേറ്റ്, ടൈം, മറ്റ് കാര്യങ്ങൾ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, സർട്ടിഫിക്കറ്റുകൾ, റിവാർഡുകൾ, ഇതിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും. ഓക്കെ, സോ സയൻസ് ഒളിമ്പ്യാഡിൻ്റെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക, നമ്മൾ റിപ്ലൈ ചെയ്യും. ഇത് എഴുതാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക്, നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ളവർക്കും ഫ്രണ്ട്സിനും നിങ്ങളുടെ സ്കൂളിലെ സയൻസ് ആൻഡ് മാത്ത് ടീച്ചേഴ്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, XandY Learning, better foundation, brighter future.